യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാൻഡോ മിഷൻ ക്വിസ്റ്റേമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. പൂരങ്ങളുടെ നാടെന്ന് അറിയപ്പെടുന്ന തൃശൂർ ജില്ലയിലെ മാർത്തോമാ ശ്ലീഹ സുവിശേഷം പ്രസംഗിക്കുകയും അനേകരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്ത തൃശൂർ അതിരൂപതയിലാണ് നാം ഇന്നായിരിക്കുന്നത്. ആത്മീയ സഭാപ്രവർത്തനങ്ങളിലെ വിശ്വസ്തതയും കൃപയും വെളിവാക്കുന്നതാണ് തൃശൂർ അതിരൂപതയിലെ ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയം. ഈ ദേവാലയത്തിന്റെ തിരുമുറ്റത്താണ് നിറയെ സമ്മാനങ്ങളും ബാക്കി നിൽക്കുന്ന 3 പാർട്ടിസിപ്പൻസുമായി MSTയുടെ പ്രേഷിത വാഹിനി ഇന്ന് എത്തിയിരിക്കുന്നത്. ഒരു നല്ല കയ്യടിയോ തന്നെ. നമ്മുടെ ഓഡിയൻസ് എല്ലാവരും ഉഷാറാണ്. ബാക്കി നിൽക്കുന്ന പാർട്ടിസിപ്പൻസിനെ വിളിക്കാലോ? അങ്ങനെയാണെങ്കിൽ ഒരുപാട് കയ്യടിയോടെ ബാക്കി നിൽക്കുന്ന 3 പാർട്ടിസിപ്പൻസിനെയും നമ്മുടെ പ്രേഷിത വാഹിനിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ 3 പാർട്ടിസിപ്പൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആരെ കയറ്റണം അടുത്തത്? ആരൊന്നും മിണ്ടുന്നില്ല. അവർക്ക് അറിയാൻ തോന്നുന്നില്ല നമ്മൾ ഗെയിം കളിച്ചിട്ടേ അവരെ കേറ്റുള്ളൂ എന്നുള്ള കാര്യം. ഞങ്ങൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഗെയിമിൽ വിജയിക്കുന്ന ആളായിരിക്കും പ്രേഷിത വാഹിനിയിൽ അടുത്തത് കയറാൻ പോകുന്നത്. ഗെയിം ഭയങ്കര സിമ്പിളാണ്. 3 പേരും പാട്ടൊക്കെ പാടോ? ഇനി പാടില്ല എന്നാണെങ്കിലും ഞങ്ങളിവിടെ പാടിപ്പിക്കും. അതിനുള്ളൊരു മത്സരമാണ്. നമ്മുടെ ലെന ചേച്ചി നന്നായിട്ട് പാട്ട് പാടും. ചേച്ചി ഒരു പാട്ടിൻ്റെ അനുപല്ലവി പാടും. നിങ്ങൾ അതിൻ്റെ പല്ലവി പാടണം. അപ്പോൾ ചേച്ചി പാടിക്കഴിയുമ്പോൾ പാടുന്ന സമയത്ത് ആർക്കെങ്കിലും ഉത്തരം കിട്ടുകയാണെങ്കിൽ ചാടി പറയേണ്ട, കൈ പൊക്കിയാൽ മതി. അപ്പോൾ ആദ്യം കൈ പൊക്കുന്ന ആൾക്കായിരിക്കും ഉത്തരം പറയാനുള്ള ചാൻസ്. റെഡിയാണോ? നല്ല ചേച്ചി പാടോ? ഓക്കെ, അപ്പോൾ ഞാൻ പാടാൻ പോവാണേ. നെഞ്ചിനുള്ളം താരയായി മാറേണം, നെഞ്ചിനുള്ളം താരയായി മാറേണം, ഉയരിന്നാളം തെളിയും ദീപമാകേണം. കിട്ടിയോ? നമ്മുടെ എവിനാണ് കൈ പൊക്കിയിരിക്കുന്നത്. ആൻസർ അറിയാമോ? പാടിയോ നോക്കട്ടെ. ദിവ്യകാരുണ്യമായ എൻ്റെ ഉള്ളിൽ യേശു. എല്ലാവരും ഇപ്പോഴേ കൈയടിച്ചു. അവർക്ക് എല്ലാവർക്കും ഭയങ്കര അറിയാവുന്ന പാട്ടാണെന്ന് തോന്നുന്നു ഇത്. ആൻസർ ഇനിയിപ്പോൾ കറക്റ്റ് ആണെന്ന് പറയണ്ടല്ലോ. ആൻസർ കറക്റ്റ് അല്ലേ? അപ്പൊ അടുത്തത് ആരാണ് നമ്മുടെ പ്രേഷിത വാഹിനിൽ കയറാൻ പോകുന്നത്? ആരാ? എവിൻ ചേട്ടനാണ് നമ്മുടെ പ്രേഷിത വാഹിനിൽ കയറാൻ പോകുന്നത്. അപ്പൊ എവിനെ, നമുക്ക് പ്രേഷിത വാഹിനിൽ കയറാം. ബാക്കി 2 പാർട്ടിസിപ്പൻസും കുഴപ്പമില്ലല്ലോ. അടുത്ത മത്സരത്തിൽ വിജയിച്ച് നമുക്ക് പ്രേഷിത വാഹിനിൽ കയറാം. നിങ്ങൾക്ക് സീറ്റിലേക്ക് മടങ്ങാം. എവിൻ പ്രേഷിത വാഹിനിൽ കയറാൻ റെഡിയാണ്. പക്ഷെ എവിനെ നമുക്കൊന്ന് നമ്മുടെ ഓഡിയൻസിന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? വേണം. എവിൻ പറഞ്ഞു വേണം എന്ന്. അപ്പം അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എവിൻ്റെ പ്രൊഫൈൽ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ആ പ്രൊഫൈൽ വീഡിയോയിൽ എവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അപ്പം നമുക്ക് എവിൻ്റെ പ്രൊഫൈൽ വീഡിയോ കാണാം. എൻ്റെ പേര് എവിൻ മിൽസൺ. തൃശ്ശൂർ ജില്ലയിലെ പുതിരുത്തി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. പുസ്തകം വായിക്കുക, പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരയ്ക്കുക എന്നിവയൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഹോബികൾ എന്ന് പറയാം.
ഇതാണ് എൻ്റെ ഇടവക ദേവാലയം. മിസ്റ്റർ പത്താംബീസാണ് ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ. മിസ്റ്റർ പത്താംബീസിൻ്റെ നാമധേയത്തിലുള്ള കേരളത്തിൽ തന്നെ ആദ്യമായി നിർമ്മിക്കപ്പെട്ടതും തൃശ്ശൂർ രൂപതയിലെ ഏക ദേവാലയമാണ് ഞങ്ങളുടെ ഈ ഇടവക ദേവാലയം. ഈ ഇടവക ദേവാലയത്തിലെ ഒരു കൊച്ചു കുടുംബമാണ് ഞങ്ങളുടെ. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഫൈലായിരുന്നല്ലേ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാവരും കൈയൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവനെ പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറ്റിയാലോ? നാല് റൗണ്ട്സ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഈ 4 റൗണ്ടിൽ ഏതാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? ജെറുസലേം. സഭാ ചരിത്രത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് ജെറുസലേം. അപ്പോൾ ഇവൻ ആദ്യം ചൂസ് ചെയ്തിരിക്കുന്നത് ജെറുസലേം റൗണ്ടാണ്. ഇവനെ ജെറുസലേം റൗണ്ടിൽ 2 ചോദ്യങ്ങളുണ്ടായിരിക്കും. ഒന്നാമത്തേത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും രണ്ടാമത്തേത് ഡയറക്റ്റ് ക്വസ്റ്റ്യനും ആയിരിക്കും. അപ്പോൾ പോയാലോ? ക്വസ്റ്റ്യൻ കണ്ടാലോ? ചോദ്യം ഇതാണ്: ഏത് രൂപത വിഭജിച്ചാണ് 2003 ഇടുക്കി രൂപത സ്ഥാപിച്ചത്? ഓപ്ഷൻസ്: പാല, കാഞ്ഞിരപ്പള്ളി, കോതമംഗലം, ചങ്ങനാശ്ശേരി. കോതമംഗലം എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിൻ ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണോ നോക്കാം. ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, കോതമംഗലം. ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഈ റൗണ്ടിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: സീറോ മലങ്കര സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ടത് എന്ന്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. സീറോ മലങ്കര സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ടത് എന്ന്. 1982. ഉറപ്പാണോ? 1982 ആണോ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എവിൻ ഒട്ടും ടെൻഷൻ അടിക്കണ്ട, കൂളായിട്ട് ആലോചിച്ചാൽ മതി. 1995. ഒരാളെ വിളിക്കുന്നോ അതോ ആ ഉത്തരം തന്നെ ഉറപ്പിക്കുകയാണോ? എവിൻ ഉത്തരം ഉറപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉത്തരം ശരിയാണോ അല്ലയോ എന്ന് നോക്കാം. ഉത്തരം 2005 ഫെബ്രുവരി 10. ഒരു ക്വസ്റ്റ്യനല്ലേ, കുഴപ്പമില്ല. ബാക്കി 3 റൗണ്ടുകളും ഒരു ജനറൽ ക്വസ്റ്റ്യനും ഉണ്ട്. ഇവന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയാൻ ഇവൻ ടെൻഷൻ അടിച്ചു പോയത് കൊണ്ടാണ്. സാരില്ല, ഇവനെ കുഴപ്പമൊന്നുമില്ല. അടുത്ത 3 റൗണ്ടുകളും ഒരു ജനറൽ ക്വസ്റ്റ്യനും ബാക്കിയുണ്ട്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ നേരെ? അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അർജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ട്: സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്ന ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എവിനെ ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? സെന്റ് തോമസ് ആണോ മിഷൻ ആണോ ഓപ്റ്റ് ചെയ്യുന്നത്? മിഷനാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ഏറ്റവും ആദ്യത്തെ സീറോ മലബാർ മിഷൻ രൂപത ഏത്? 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഓപ്ഷൻസ്: ഉജ്ജയിൻ, സത്ന, ചാന്ത, മാണ്ഡ്യ. വളരെ പെട്ടെന്ന് ചാന്ത എന്ന ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ആൻസർ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, ചാന്ത. അങ്ങനെ ഒരു റൗണ്ടിൽ തെറ്റുത്തരം പറഞ്ഞാലൊന്നും തളർന്നു പോകുന്നവനല്ല എവിൻ എന്ന് ഇവൻ തെളിയിച്ചിരിക്കുകയാണ്. ഈ റൗണ്ടിൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ബാക്കിയുണ്ട്. ആ ചോദ്യം നോക്കാം. തോമായുടെ നടപടികൾ എന്ന പുസ്തകം എഴുതപ്പെട്ട സ്ഥലം ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. തോമായുടെ നടപടികൾ എന്ന പുസ്തകം എഴുതപ്പെട്ട സ്ഥലം ഏത്? ഇവന് ഓഡിയൻസിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെ വിളിക്കാം. ഇവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഉത്തരം പറഞ്ഞു കൊടുക്കാം മോനെ. ഏദേശ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏദേശ ഉറപ്പിക്കുകയാണോ? ഉറപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം.
എദേസ കറക്റ്റ് ആൻസർ ആണ്. മനാസ് നമ്മുടെ പാർട്ടിസിപ്പന്റ് കൂടിയാണ്. നമ്മുടെ എവിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓടി വന്നത് മനാസാണ്. മനാസ് ഒരു കാര്യം ചെയ്യും, ആ സമ്മാനം എടുത്ത് നമ്മുടെ എവിന് കൊടുത്തു. അങ്ങനെ 2 റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഓഡിയൻസിന് ഒരു ക്വസ്റ്റ്യൻ കൊടുത്താലോ ലിഖിത? കൊടുക്കാം. ചോദ്യം ഇതാണ്: തൃശൂർ രൂപതയെ അതിരൂപതയായി ഉയർത്തിയ പാപ്പ ആര് എന്ന്? ഒരു കുഞ്ഞു കൈ ആദ്യം ഉയർന്നു. നമുക്ക് അവനെ തന്നെ വിളിക്കാമല്ലോ ലിഖിത. ഒരു കയ്യടി കൊടുത്തേ നിങ്ങള്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. എല്ലാവരും കൈയടിച്ചിരിക്കുക. എല്ലാവർക്കും അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ് ഈ കുഞ്ഞു കൊച്ചു വന്ന് പറഞ്ഞത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്നുള്ളത്. ശരിയാണോ അത്? എന്നാണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. സാല ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലേ? ആൻസർ കറക്റ്റ് ആണ്. മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ പാപ്പ. ആയിരത്തി 1995 മെയ് 18 നമ്മുടെ ഓഡിയൻസിൽ നിന്ന് ഒരു മിടുക്കം വന്ന ഒരു സമ്മാനം കൊണ്ടുപോയിട്ടുണ്ട്. അടുത്ത റൗണ്ടിലെ സമ്മാനം എവിൻ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? മാർഗം. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. വിശുദ്ധ ചാവറ കുര്യാക്കോസ്, വിശുദ്ധ ലാസർ ദേവസഹായം. ആരെയാണ് എവിൻ ഓപ്റ്റ് ചെയ്യുന്നത്? വിശുദ്ധ ചാവറ കുര്യാക്കോസ്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛനെയാണ് എവിൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചാവറയച്ചൻ സ്ഥാപിച്ച സന്യാസിനി സമൂഹം ഏത്? ചോദ്യം ആവർത്തിക്കാം. ചാവറയച്ചൻ സ്ഥാപിച്ച സന്യാസിനി സമൂഹം ഏത്? CMC സന്യാസമൂഹം. CMC സന്യാസി സമൂഹം എന്നാണ് എവിൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിന് മുൻപ് ഇവിടെ കയ്യടി തുടങ്ങിയിട്ടുണ്ട്. ഉത്തരം ശരിയാണോ? ശരിയാണോ എന്ന് അറിയണമെങ്കിൽ എനിക്ക് ആൻസർ പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യണം. നോക്കാം. CMC സന്യാസിനി സമൂഹം ആൻസർ കറക്റ്റ് ആണ്. ഈ റൗണ്ടിൽ ഈ ഒരു ഒറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യം കറക്റ്റ് ആക്കി സമ്മാനം നേടിയിരിക്കുകയാണ്. ലേനെ, ആ സമ്മാനം കൊടുത്തേക്ക്. എവിനെ 3 റൗണ്ട് കഴിഞ്ഞു. സമ്മാനവും മേടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഒരു റൗണ്ടും ജനറൽ ക്വസ്റ്റ്യനും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഓഡിയൻസിന് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാനുണ്ട്. അതിനു മുൻപ് നമുക്കൊരു പ്രോഗ്രാം ആയല്ലോ. അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹനിലേക്ക് ഒരു മാർഗം കളിയുമായി എത്താൻ പോകുന്നത് തൃശൂർ അതിരൂപത യൂത്ത് മിനിസ്ട്രിയിലെ അതിരൂപത തലത്തിൽ 3ാം സ്ഥാനം നേടിയ ചുണക്കുട്ടികളാണ്. നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ആ ടീമിനെ MSTയുടെ പ്രേക്ഷിത വാഹനിലേക്ക് സ്വാഗതം ചെയ്യാം. മാർത്തുമെൻ തേതെ പട്ടുടൻ പാടി പുടവ പവിഴമുത്തും ബാലയും തേതെ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾ
മാർത്തോമൻ തിഥി അലങ്കരിച്ച പന്തലിൽ വന്നുതക വീണ മാർത്തോമൻ തിഥി അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരി താകുടുത്തേ തത്താത്തമൃതത്തേ അരുൾ ചെയ്താചാരമേ മിങ്ങുമെന്നേനും മുതിത്തെ അറിന്നു മതീതിന്നുമോ മുതലേതേനും മുതിത്തെ വിധമിതു നീയറിക അരജൻ ചോഴൻ ഒതിത്തെ വിധി വിഷയം പ്രതിയായി അടിയാർ വന്നു ഒതിത്തെ കഴിവതിനൗവനമേ എന്നരുൾ ചെയ്വ ഒതിത്തെ കരുതിയതിന്നൊരുവേ നഴിക മുന്നേ ഒതിത്തെ ഇവരിതു ചൊന്നതിനു മുത്തരമൻപ ഒതിത്തെ ഇതം വരുമാരരുൾ ചെയ്തു മാറ ഒതിത്തെ ഇതമതിൽ നിന്നലനെ നഴിക മുന്നേ ഒതിത്തെ ഇതമതിൽ നിന്നൊരു തകുട്ടി തകതീയത്തേ മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പണി ചെമ്പുമിരുമ്പും മറ്റും പാലവക വീണ്ടും പണികൾ ഇന്ത്യേ തകതീത മഹിമയുടൊരു മകളെല്ലാം ചെയ്യും മനുവിന തിത്തത്തകതത്താം തികതകതത്താം തിത്തത്താം തികതത്ത തെയ്യാതിത്തേ ഇന്ത്യേ തകതീതോ ഇമ്പമുടരുമികൾ തിരുമനസാലെ ഇയൽ വൈത്തീയം തത്താ തികുതീയം തത്താ തികുതി തെയ്യാതിത്തേ ഇന്ത്യേ തകതീതോ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാലെ തക്കിരേടതകത്തെ ആ തകതാത്തേ തിക്കിരേടതകത്തെ ആ തികിതാത്തേ തക്കിരേടതകത്തെ ആ തകതാത്തേ തിക്കിരേടതകത്തെ ആ തികിതാത്തേ തക്കിരേടതേ തക്കിട്ടേതാ ഇന്ദത്താകിടത്തേ തക്കിരേടതകത്തെ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാൽ വിധി പോലെ വാഴ്ക തേ ആനന്ദം വരുമാറു മാലാകമാർ തിത്തേ താര ആകാശി നീ നിങ്ങു ലോകം ചേർന്നു തിത്തേകത്തെ ആചാര ജഡാര മാടക്കും പോലെ തിത്തേയത്താര ആകയ കൂടി പൊതിയുന്നപ്പോൾ തിത്തേകത്തെ അതുപോഴുതണ്ണന്റെ മുൻപിൽ ചെന്ന് തിത്തേ താര ആദരാൽ നിന്നവ കൈകൾ കൂപ്പി തിത്തേകത്തെ കീർത്തിച്ചു വഴി പോലറിയിച്ചാലേ തിത്തേ താര കൃത്യമിതെല്ലാവർക്കും വീണമെന്ന് തിത്തേകത്തെ ആ പിട്ടൂരു മൂനിവരൻ തന്നെ കണ്ട് തിത്തേ താര കാൽക്കൽ വീണാഴതു പീഴയും ചൊല്ലി തിത്തേകത്തെ മണിക്കല്ലായ മാർഗം നാളിൽ തെളിയുന്നു മറ്റാറ്റുള്ള നിവ്യാളന്മാർ മെല്ലെ ചവളുന്നു ലോകമീതി നിലേ മാർഗ മെറിയേറ്റം വളരുന്നു ലൗകികങ്ങൾ പൂണ്ടു നീളെ ചൊല്ലിപ്പലരും ചേരുന്നു കണ്ടില്ലെന്നു ചൊല്ലുന്നവരെ കണ്ടാൽ അധികം ചേരുന്നു കണ്ടുകൊണ്ടു ചൊല്ലാൻ ഇഷ്ടമാരോടൊക്കെ ചേരുന്നു കണ്ണിമാരി ഡയിലൊക്കെ കൂടിച്ചേർന്നവർ ഒരുപോലെ കരിരുളി ലയ പഞ്ച മഞ്ചം തെളിവായി ചൊല്ലുന്നു എന്നാ നേരം അർത്ഥമായും കോപിച്ചവരോട് ചൊല്ലുന്നു എന്നാ നേരം അർത്ഥമായും ചൊല്ലി മനസ്സിലെന്ന് ദിനമേറിയുള്ളവരും തീയോടേറ്റം തീണ്ടാതെ സിമ കൂടാ ദുരു കൂട്ടർ ഒർത്തു കേട്ടു കോപിച്ചു കൊണ്ടു നീണ്ട മുച്ചക്കോലും വാങ്ങി നിന്നോർക്കുമ്പോൾ പുകിവാനം തേടിയോനെ കാണാനായി മുൻപാകെ തിത്തത്തകതത്തികതാം തീതകതകതത്തികതാം തിത്തത്താം തികതത്താം തെയ്യാ തിത്താ തിത്തത്തും തത്തേ മനഗുണമുടയവനരുളാൻ വാനവർ മഹിമയുടെ
നഞ്ഞുടനെ ഇടതിത്തിത്തേ മർദ്ദല നിറുകിടും അതിലൊരു തേരതിൽ മംഗളമായവർ പുകിച്ചിടതിത്തിത്തേ കൈക്കൊണ്ടവനൊരു ഞൊടിയഴവാൻ ചെന്നറിയിച്ചവർ ചിന്നമലയ്ക്ക് ഇടതിത്തിത്തേ നലമുടു പലവ കിന്നരമഴകാൽ നന്ദുണി ഇപ്പോൾ പലതരമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തേ ഉടമ്പിൽ നിന്നുയിരെടുത്താകാശേ ഉയരവനിരിപ്പിടം പുകിച്ചിടതിത്തിത്തേ വച്ചുതനമിത മക്കളും വണ്ടിന മരുളു വഴിക്ക് നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തേ വൻമിനിയൊഴിയെ പെരിയവർ മുടിത്തരപ്പെടുത്തേടി പുലരാമി തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തേ തിത്തത്തകത തികതത്താം തീതകതകത തികതത്താം തിത്തത്താം തികതത്താം തെയ്യാ തിത്താ തിത്തത്തും തത്തേ. അവസാനത്തെ റൗണ്ട് നമുക്ക് ഏതാ അവശേഷിക്കുന്നത്? ജെറിക്കോ. ജെറിക്കോ റൗണ്ടാണ്. വിഷ്വൽ റൗണ്ടാണ് ജെറിക്കോ റൗണ്ട്. ഇവനറിയാവുന്നതുപോലെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. അതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും എവിനുണ്ടാവുന്ന നെക്സ്റ്റ് ചോദ്യം. ചോദ്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനായിട്ട് ഒരു നോട്ട് പാഡ് പേനയും സൈഡിലുണ്ട്. അതിൽ ആവശ്യമുള്ള പോയിന്റ്സ് എല്ലാം എഴുതി വെക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടാലോ ഇവനെ? കാണാം. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുവാൻ ഇന്ന് സഭയുടെ ആസ്ഥാന കേന്ദ്രമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ അഭിവന്ദ്യ മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ അധ്യക്ഷതയിൽ കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷൻ, സീറോ മലബാർ മിഷൻ അഥവാ സിം എന്നീ പേരുകളിൽ 2 കാര്യാലയങ്ങൾ പ്രവർത്തിക്കുന്നു. സീറോ മലബാർ സഭാതനയരിൽ പ്രേക്ഷിത അവബോധം ജനിപ്പിക്കുന്നതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഭയുടെ പ്രേക്ഷിത മേഖലകളിലെ പ്രവർത്തനങ്ങളെ ജ്വലിപ്പിക്കുന്നതിനും വേണ്ടി കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷൻ പ്രവർത്തിക്കുന്നു. സീറോ മലബാർ മിഷൻ അഥവാ സിം സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ആളും അർത്ഥവും നൽകി പ്രോത്സാഹിപ്പിക്കുന്നതിന് 2011 മിഷൻ വർഷാചരണത്തിന് ശേഷം രൂപീകൃതമായ ഡിപ്പാർട്ട്മെന്റാണ്. മാതൃസഭയിൽ നിന്ന് പ്രേക്ഷിത സഹകാരികളെ കണ്ടെത്തി പ്രേക്ഷിത തീഷ്ണത വളർത്തുവാനുതകുന്ന കർമ്മ പരിപാടികൾക്ക് ഈ കമ്മീഷൻ നേതൃത്വം നൽകുന്നു. ഇവനെ വീഡിയോ ഒക്കെ കണ്ട് ക്വസ്റ്റിന് വേണ്ടി റെഡിയാണോ? റെഡിയാ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ആ. ചോദ്യം ഇതാണ്: സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുവാൻ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലുള്ള 2 കാര്യാലയങ്ങളുടെ പേര്. കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷൻ, പിന്നെ സിന്ന്, സീറോ മലബാർ. 2 ആൻസർ പറഞ്ഞിട്ടുണ്ട് എവിൻ. കറക്റ്റ് ആണോ നമുക്ക് നോക്കിയാലോ? ആൻസർ നോക്കാം. കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷൻ, സീറോ മലബാർ മിഷൻ. ആൻസർ കറക്റ്റ് ആണ്. ഒരു കയ്യടി കൊടുത്തേ. സമ്മാനം വേണ്ടേ? ലിഖിത ഞങ്ങൾ കൊടുത്തേക്കാ സമ്മാനം. നമ്മുടെ എവിൻ്റെ 4 റൗണ്ട് കഴിഞ്ഞ് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ ഓഡിയൻസിന് ഒരു ക്വസ്റ്റ്യൻ വേണ്ടേ? അപ്പൊ ചോദ്യം ഇതാണ്: 1971 വൈദികനായ ഗുരുവായൂർ ഇടവക അംഗം ആര്? ചേച്ചി ആദ്യം കൈ പൊക്കിയിട്ടുണ്ട്. ചേച്ചി പോരെ? ചേട്ടൻ പറയുന്ന ആൻസർ പറയില്ലേന്നാണോ? ഫാദർ തോമസ് വടക്കേത്തല. ഉത്തരം പറഞ്ഞു കഴിയുന്നതിന് മുൻപ് ഇവിടെ കയ്യടിയും തുടങ്ങിയിട്ടുണ്ട്. ആ ചേച്ചി ഇങ്ങനെ അത് തന്നെ എന്ന് തലയാട്ടുന്നുണ്ട്. ആൻസർ കറക്റ്റ് ആണ്. ഫാദർ തോമസ് വടക്കേത്തല. അതെ, ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. എന്താ ബന്ധം ഈ അച്ഛനായിട്ട്? എൻ്റെ പേപ്പനാണ്. കൈ അടിച്ചെന്ന്. ഈ ഉത്തരം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ മോശമില്ലായിരുന്നോ? വന്ന് പറഞ്ഞ് സമ്മാനം മേടിച്ച്. അതെ, സമ്മാനം വേണ്ടേ? ആ സമ്മാനം കൊടുക്കാം. എവിനെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഓഡിയൻസും സമ്മാനങ്ങളായിട്ടാണ് പോയിരിക്കുന്നത്. ആ ജനറൽ ക്വസ്റ്റ്യൻ നോക്കിയാലോ? നോക്കാം. ചോദ്യം ഇതാണ്: പുതുരുത്തി വിശുദ്ധ 10 പിയൂസ് പള്ളിയെ ഇടവകയായി ഉയർത്തിയത് എന്ന്. ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. പുതുരുത്തി വിശുദ്ധ 10 പിയൂസ് പള്ളിയെ ഇടവകയായി ഉയർത്തിയത് എന്ന്. ഓപ്ഷൻസ് ഇല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1967 നവംബർ 27
7 നവംബർ 27 ഉറപ്പിക്കാണോ? ഉറപ്പിക്കാണ്. ഒരു വർഷം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആലോചിച്ചാണ് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണോ എന്നൊരു സംശയവും ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. 1967 നവംബർ 28. എന്താണ് ജസ്റ്റ് മിസ്? ആൻസർ കറക്റ്റ് ആണ്. എന്നാലും നവംബർ 27 എന്നാ പറഞ്ഞ, ഒരു ദിവസം മാറിപ്പോയുള്ളൂ, സാരില്ല. അപ്പോൾ നമ്മുടെ 7 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഉത്തരം തെറ്റിപ്പോയത് കാരണം നമുക്ക് മെമൻറ്റോ ഇല്ല. പക്ഷെ ആ നേടിയിരിക്കുന്ന സമ്മാനങ്ങളും ഗിഫ്റ്റ് ബാഗും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റുമായിട്ടാണ് എവിൻ ഇന്ന് പ്രേക്ഷിത വാഹിനിയിൽ നിന്നും പോകാൻ പോകുന്നത്. എവിൻ്റെ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? പപ്പ, അമ്മ, അനിയത്തി. അവരൊക്കെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ പ്രേക്ഷിത വാഹിനിയിലേക്ക്? എവിൻ സമ്മാനങ്ങളുമായിട്ട് താഴേക്ക് പോരെ. എവിൻ്റെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവരും എവിനെ ഈ സമ്മാനമൊക്കെ ഒന്ന് പിടിച്ച് സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നേ. അങ്ങനെ രണ്ടാമത്തെ പാർട്ടിസിപ്പൻ്റായ എവിനും സമ്മാനങ്ങളുമായിട്ട് തന്നെയാണ് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് പോയിരിക്കുന്നത്. നമുക്ക് ബാക്കി എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ട് ഇനി? എല്ലാവർക്കും അറിയാം, ബാക്കിയുള്ളത് 2 പാർട്ടിസിപ്പൻസ് ആണ്. പക്ഷേ ബാക്കിയുള്ള 2 പാർട്ടിസിപ്പൻസിനെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പ്രേക്ഷിത വാഹിനിയിൽ കയറ്റാം അല്ലേ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് തിരശ്ശീല വീഴുമ്പോൾ ഒരു കാര്യം നമുക്ക് പ്രത്യേകം ഓർമ്മയിൽ വെക്കാം. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. യോഹന്നാൻ 10:11. നിന്റെ ഈ ജീവിതം നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച് തീർക്കേണ്ടതല്ല. ചുറ്റും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിനക്ക് കാണാൻ സാധിക്കും. നീ ഒന്ന് താങ്ങുവാൻ, നീ ഒന്ന് കരുതുവാനായി ആഗ്രഹിക്കുന്ന അനവധി പേരാണുള്ളത്. ഇടയ്ക്കൊക്കെ നല്ല ഇടനായ ഈശോയെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് ജീവിക്കാം, സുവിശേഷം പ്രഘോഷിക്കാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. ദിസ് ഇസ് ലിഖിത പീറ്റർ ആൻഡ് ലെന ജോസഫ് സൈനിങ് ഓഫ്. താങ്ക് യു. പ്രേക്ഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. Santo Mission. We stay.